പാലയിലെ സാഹചര്യമാണ്. പാലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ നഗരസഭാ ചെയർപേഴ്സൺ എന്ന ഖ്യാതിയുമായി ഭരണത്തിലേറിയ ഭരണസമിതിയാണിപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ദിയ ബിനു പുളിക്കക്കണ്ടം അവർക്ക് ഭരണം നഷ്ടമാവുന്നു എന്നതാണ് സാഹചര്യം. ചുരുക്കത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയുമായി ഇടതുമുന്നണിയോ UDF ഇനി സഹകരണത്തിനില്ല എന്ന രീതിയിലേക്കാണ് സാഹചര്യം പോകുന്നത്. മറിച്ച് അവിടെ ഭരണമുണ്ടാവുക കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ മുന്നോട്ട് വരുമ്പോൾ കൗൺസിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി വന്നാൽ അതിനെ കേരള കോൺഗ്രസും പിന്തുണയ്ക്കുന്നു എന്ന സാഹചര്യമാണ് വരുന്നത്. ഫലത്തിൽ പാലാ നഗരസഭയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസും സഹകരണം ആ ധാരണയാണ് രൂപപ്പെടുന്നത്. അതിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ ബന്ധമില്ല. ഒരു പ്രത്യേക സാഹചര്യം പാലയിൽ ഭരണ പ്രതിസന്ധി ഒഴിവാക്കാൻ എന്നതാണ് കേരള കോൺഗ്രസിൻ്റെ വിശദീകരണം. ഇതുണ്ടാക്കാൻ പോകുന്ന ഭാവി ചർച്ചകൾ വലിയ തരത്തിലുള്ള സാധ്യതകളും തുടർ ചർച്ചകൾക്കും ഇടവയ്ക്കുന്നതാണ്. അതായത് കേരള കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാടിനൊപ്പം CPM-ൻ്റെ 2 അംഗങ്ങൾ അതേ നിലപാട് എടുക്കുമോ എന്ന ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം കൂടി പാലയിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇനി നടക്കാൻ പോകുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം CPM നിലപാടെടുക്കാതിരുന്നാൽ കേരള കോൺഗ്രസ് മറ്റൊരു നിലപാടാണ്. അങ്ങനെയെങ്കിൽ പാലയിലെ ഇടതുമുന്നണിക്കകത്തും ഭിന്നത രൂപപ്പെടുന്ന സാഹചര്യം കൂടി ഇതുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. പാലയിൽ ഭരണമാറ്റമുണ്ടാവുകയാണ്. UDF-ൻ്റെ ഭരണസമിതി ആയിരിക്കില്ല ഇനി. കേരള കോൺഗ്രസിൻ്റെ സഹകരണത്തോടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പുതിയ സംവിധാനം പാലയിൽ രൂപപ്പെടാനാണ് സാധ്യത. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, സാഹചര്യങ്ങൾ. കോൺഗ്രസിൻ്റെ 4 കൗൺസിലർമാരും കോൺഗ്രസിൻ്റെ വിമത അംഗവും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് സാഹചര്യമുണ്ടായത്. അതായത് 12 അംഗങ്ങളുള്ള ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് 5 അംഗങ്ങളുടെ കൂടി പ്രതിപക്ഷത്തു നിന്നുള്ള പിന്തുണ, ഭരണപക്ഷത്തു നിന്നുള്ള പിന്തുണ കൂടി ലഭിച്ചു എന്നതാണ് സാഹചര്യം. ഇതോടുകൂടി 17 അംഗങ്ങളുടെ പിന്തുണ അവിശ്വാസത്തിന് ഉണ്ടാവുന്നു എന്നതാണ് പാലാ നഗരസഭയിൽ ഇന്ന് കണ്ടത്. ഇതോടുകൂടിയാണ് അവിശ്വാസം പാസ്സായി നിലവിലെ ചെയർപേഴ്സണ് രാജിവെക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇനി വീണ്ടും പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. വനിതാ അംഗത്തിനാണ് അവിടെ, വനിതാ പ്രാതിനിധ്യമാണ് അവിടെ ഇത്തവണ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നിലവിലുള്ള ഏതെങ്കിലും ഒരു വനിതാ അംഗത്തെ സ്ഥാനാർത്ഥിയായി, ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാലയുടെ ഭരണത്തിലേക്ക് ഒരു കോൺഗ്രസിൻ്റെ അംഗം തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ് സംഭവിച്ചത്. 4 അംഗങ്ങളും ഒപ്പം തന്നെ വിമത അംഗമായ മായ രാഹുലും ഒപ്പം ചേരുന്നു. ഇതോടുകൂടി 17 അംഗങ്ങളുടെ പിന്തുണയിൽ അവിശ്വാസം പാസ്സാകുന്നു എന്ന സാഹചര്യമാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ബന്ധമില്ലെന്ന് പറയുമ്പോഴും ആ സാധ്യത ഇല്ലാതാവുന്നില്ലല്ലോ. കോൺഗ്രസ് കേരള കോൺഗ്രസ് ധാരണ ആദ്യം രൂപപ്പെടുന്നത് പാലയിൽ നിന്ന് തന്നെയല്ലേ? സജിത്ത്, തീർച്ചയായും പാലയിൽ കോൺഗ്രസ് ഭരണം വരാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാം. കോൺഗ്രസിലെ ഒരു അംഗം തന്നെ പാലാ നഗരസഭ ഭരിക്കും. അത് കേരള കോൺഗ്രസ് പിന്തുണയ്ക്കും. ഈ 2 പ്രതികരണങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ടോണി തൈപ്പറമ്പൻ, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നഗരസഭാ കക്ഷി നേതാവ് വ്യക്തമാക്കിയത് പാലായിൽ കോൺഗ്രസ് തന്നെ ഭരിക്കും എന്ന് തന്നെയാണ്. തൊട്ട് പിന്നാലെ നമ്മളോടായി പ്രതികരിച്ചത് ബിജു പാലുപ്പടവനാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതായത് LDF-ന്റെ പ്രതിപക്ഷ നേതാവാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ കക്ഷി നേതാവ് കൂടിയാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. നേരത്തെയും ഞങ്ങൾ പരസ്പരം സഹകരിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്, തുറന്നു പറയുകയാണ്. പാലായിലെ ഒരു സഖ്യത്തിലൂടെ ഫലത്തിൽ ഒരു കേരള കോൺഗ്രസ് എം കോൺഗ്രസ് സഖ്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ബിജു പാലുപ്പടവനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അങ്ങനെ ഒരു സഖ്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. അതിനപ്പുറത്തേക്ക് പാലായിൽ ഒരു സത്യത്തിനൊപ്പം നിന്നവരാണ് കോൺഗ്രസ്. അതുകൊണ്ട് അവരെ പിന്തുണയ്ക്കുകയാണ് എന്നുള്ളതാണ്. ബിജു മാത്യൂസിനെ പോലെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചട്ടപ്രകാരമല്ല ഈ കാര്യങ്ങളൊന്നും തന്നിട്ടുള്ളത്. അതായത് വിപ്പ് നൽകിയിട്ടുള്ളത് തങ്ങൾ കൂടി ഒപ്പിട്ട വിപ്പാണ് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറേണ്ടത്. പക്ഷേ നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയ വിപ്പിൽ തങ്ങളുടെ ഒപ്പില്ല എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം കൂടി ബിജു മാത്യൂസ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടിയാണ് ഫലത്തിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വായിച്ചെടുക്കേണ്ട ഒരു കാര്യം. അവരാരും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, വീടുകളിൽ ഒട്ടിച്ചോ എന്നൊന്നും അറിയില്ല. എന്തായാലും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചു
പാലിച്ചില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി അങ്ങനെ പാലിച്ചു എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ തന്നെ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. ഒരു തുടർ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് ഫലത്തിൽ പാലയിൽ ഒരു ഭരണം കിട്ടാൻ പോകുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു ഭരണം കിട്ടാൻ പോകുമ്പോൾ അത് കേരള കോൺഗ്രസ് എമ്മുമായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രാദേശിക ഘടകത്തിന്റെ വിഷയമല്ല. പക്ഷേ സംസ്ഥാന UDF നേതൃത്വം കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമായി അത് മാറുന്നു. സംസ്ഥാന UDF നേതൃത്വം മറുപടി പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് തൊട്ടിപ്പുറത്തെ LDF ആണ്. LDFന്റെ സംസ്ഥാന നേതൃത്വത്തിനാണ് ഇതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കേരള കോൺഗ്രസ് എം കോൺഗ്രസ് സഖ്യം പാലയിൽ ഫലത്തിൽ രൂപപ്പെടുമ്പോൾ അവിടെ CPM കൂടി അതിനൊപ്പം ചേർന്ന് നിൽക്കും. CPMന്റെ പിന്തുണ ആവശ്യമില്ല. കാരണം 10 പേർ കേരള കോൺഗ്രസ് എം അംഗങ്ങളാണ്, 6 പേർ കോൺഗ്രസ് അംഗങ്ങളാണ്. ഇവർ ഒരുമിച്ച് നിന്നാൽ തന്നെ പാലായിലെ ഭരണം സാധ്യമാകും. 14 അംഗങ്ങളുടെ പിന്തുണ മാത്രം മതിയാകും. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും പാലയിൽ സംഭവിക്കുന്നത് സുപ്രധാനമായ രാഷ്ട്രീയ നീക്കമാണ്. അതിന് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള തുടർച്ചയുണ്ടാകുമോ എന്നതുകൂടിയാണ് ഈ കണ്ടറിയേണ്ടത്. എന്തായാലും പാലയിൽ ഇന്ന് സംഭവിച്ചത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ പൂർത്തീകരണം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചാലും തെറ്റുണ്ടാവും തോന്നുന്നില്ല. കാരണം ആ രീതിയിലുള്ള നീക്കമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ വിമത അംഗങ്ങളുടെ നീക്കത്തിനെല്ലാം പിന്നിൽ മറ്റു ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഇതിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണ, പരോക്ഷ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് വിമത അംഗങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ഈ ഇടതുപക്ഷത്തിൻ്റെ അവിശ്വാസത്തെ പിന്തുണച്ചവർ നിലപാടെടുക്കുമ്പോൾ ഇതിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നതും പ്രസക്തമായിരിക്കുമല്ലോ. ഇവർ പാർട്ടി ഔദ്യോഗികമായി ഈ നീക്കത്തെ തള്ളിക്കളയുമോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. മാണി സി കാപ്പൻ അടക്കമുള്ള പാലയിലെ ഈ സഹകരണ കൂട്ടായ്മയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ഇതിൽ എന്ത് നിലപാട് എടുക്കാനായിരിക്കും സാധ്യത? സജിത്ത്, ഇതുവരെ കണ്ടത് നാടകമാണ്. ഇനിയും ആ നാടകം തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഇന്നലെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തന്നെ പറഞ്ഞത് തങ്ങൾക്ക് നിയമപ്രകാരം ഇവർക്കെല്ലാം വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വിപ്പിന്മേൽ മുകളിലേക്ക് പോകുമോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചുകൊണ്ട് ഇവർക്കെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെടുമോ, അതുവരെ ആത്മാർത്ഥത നീണ്ടു നിൽക്കുമോ എന്നുള്ളത് മാത്രമാണ് ആ ഭാഗം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിന് സാധ്യതയില്ല. വളരെ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാരും ഒരു വിമത കൗൺസിലറും UDFനൊപ്പം നിന്ന കോൺഗ്രസ് വിമത കൗൺസിലർ മായ രാഹുലും എത്തി വോട്ട് ചെയ്ത് ഇവിടെ കോൺഗ്രസിന്റെ ഭരണം വരുമെന്ന് പറയുന്നു. തങ്ങളെ പിന്തുണയ്ക്കുമോ കേരള കോൺഗ്രസ് എന്ന ചോദ്യത്തിന് അവരുത്തരം പറയട്ടെ എന്ന് പറയുന്നു. അവരുടെ ഉത്തരവും വന്നിരിക്കുന്നു. അവർ ഫലത്തിൽ പിന്തുണയ്ക്കും എന്ന് തന്നെ, കോൺഗ്രസിനെ ഫലത്തിൽ പിന്തുണയ്ക്കും എന്ന് തന്നെ അവിടെ വ്യക്തമായിരിക്കുന്നു. പാലയുടെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാണ്. അവിടെ കോൺഗ്രസ് നേതൃത്വം ഇനി കളിക്കാൻ പോകുന്ന നാടകങ്ങൾ മാത്രമാണ് ബാക്കി എന്ന് പറയേണ്ടി വരും. പക്ഷെ അവിടെ ചില എതിർപ്പുകൾ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന്, മാണി സി കാപ്പന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലയിലൂടെ പുതിയൊരു പാലം രൂപപ്പെടുകയാണ്. അത് കേരള കോൺഗ്രസ് എം കോൺഗ്രസ് പാലമായി ഫലത്തിൽ മാറുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും പാലയിലെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.